വേരിയബിൾ മെത്തേഡ്. ഇതിലെങ്ങനെയാണ് ഡമ്മി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? ഡമ്മി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഫോർ ക്രോസ് സെക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഡമ്മി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. Cross section means we have 3 companies in our example. അത് ടൈമിനും വേണേൽ കൊടുക്കാം, ഡമ്മി കൊടുക്കാൻ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നമ്മൾ നമ്മുടെ മുൻപിലുള്ള 3 കമ്പനികൾ F1, F2, F3 അവിടേക്ക് നമ്മൾ ഡമ്മി കൊടുക്കാൻ പോവാണ്. You just bring into your mind that data set what you've seen. നമ്മൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ ഡാറ്റ സെറ്റ് കൃത്യമായിട്ട് കാണിച്ചു, അത് ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. And what was our model we did? C equal to A plus BQ. സിമ്പിൾ ലീനിയർ മോഡൽ ചെയ്തു. ഇതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ബേസ് മോഡലെ വിശദമായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. Now ഇവിടെ നമ്മൾ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ സ്ലൈഡ്. പറയുന്നത് നിങ്ങളെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇക്വേഷൻ C ഈക്വൽ ടു A പ്ലസ് BQ പ്ലസ് CD എന്ന് കൊടുത്തു. ക്യാപിറ്റൽ ഡി, ഡമ്മി. C ഈക്വൽ ടു A പ്ലസ് BQ, അത്രയും പഴയത് തന്നെ, പ്ലസ് അതിന് കൂടെ ഒരു പുതിയ ഒന്ന് കയറി വരുന്നു, പ്ലസ് CD, ക്യാപിറ്റൽ ഡമ്മി, ഡി ഡമ്മി. Now how to treat the dummy? ഇവിടെ ഒരെണ്ണം മനസ്സിലായി, പിന്നെ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. If we are interested in getting the values for F1, F1-ന്റെ കോഎഫിഷ്യൻസ് കിട്ടണം. F1-ന്റെ കോഎഫിഷ്യൻസ് കിട്ടണം. We are not bothered about F2 or F3 for the time being. അപ്പൊ എന്ത് വേണമെന്നറിയൂ? D എന്ന് പറയുന്നത് F1 ആയിട്ട് അസ്യൂം ചെയ്യാം. D എന്ന് പറയുന്നത് F1 ആയിട്ട് അസ്യൂം ചെയ്യാം. F1-നെ you give the value 1 കൊടുക്കാം. F2-ലേക്ക് എത്തുമ്പോൾ അത് 0 ആയിട്ട് മാറും. Now you just imagine or you just write, നിങ്ങൾ കണ്ട ടേബിൾ ഇപ്പൊ വലുതായി. എങ്ങനെ വലുതായി? നേരത്തെ കണ്ടതിലെ F1 ഫസ്റ്റ് നോക്കൂ. F1 ടൈം 1 ഫസ്റ്റ് ഇയർ, സിയുടെ വാല്യൂ, ക്യൂയുടെ വാല്യൂ. അതിൻ്റെ അപ്പുറത്ത് ഒരു കോളം കൂടെ കൊടുക്കും. കോളം പുതിയ നമ്മൾ കൊടുക്കണം. ദാറ്റ് ഈസ് ഡി, ഡമ്മി. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇത് നോക്കിയറിയാം, സ്ലൈഡ് കാണിച്ചല്ലോ. അപ്പം നമ്മൾ
F1 അവിടെയുണ്ട്, 1 അവിടെയുണ്ട്, കോസ്റ്റ് 23 അവിടെയുണ്ട്, അപ്പുറത്ത് ഔട്ട്പുട്ട് 12 അവിടെയുണ്ട്. അപ്പുറത്തൊരു കോളം പുതിയതായിട്ട് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യണം. പുതിയതായിട്ട് കോളം ആഡ് ചെയ്യണം. ആ കോളം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് ഡി, ഡമ്മി. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് F1നെ കുറിച്ചാണ്. അപ്പോൾ F1 എന്ന് പറയുന്ന 4 റോണ്ട് അവിടെ 4 കൊല്ലത്തെ ഡാറ്റയുണ്ട്. എല്ലാ റോയിലും ഡമ്മി 12 കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് 1 കൊടുക്കുക, 15 കഴിഞ്ഞിട്ട് 1 കൊടുക്കുക, 45 കഴിഞ്ഞിട്ട് 1 കൊടുക്കുക, 34 കഴിഞ്ഞിട്ട് 1 എന്ന് കൊടുക്കുക അപ്പുറത്തെ കോളം. പിന്നെ F2 ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. F2 ഫസ്റ്റ് ഇയർ 32 21. F2ന് അപ്പുറത്ത് ഡമ്മി കൊടുക്കുക 0 എന്ന് കൊടുക്കുക. പിന്നെ താഴേക്ക് എഴുതാം, ഇതിനകത്തില്ല. താഴേക്ക് F2 സെക്കൻഡ് ഇയർ വാല്യൂ Q കഴിഞ്ഞടുത്ത് 0 എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡാറ്റ സെറ്റ് മുഴുവൻ ഡമ്മി വേരിയബിൾ കൊടുക്കുക. So I shall summarize the procedure. ഐഡിയ എത്രയേ ഉള്ളൂ. നമ്മൾ F1ന്റെ ബിഹേവിയർ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡമ്മി ഉപയോഗിക്കുന്നു. ഏതിനെ കുറിച്ചാണോ പഠിക്കാൻ ശ്രമിക്കുന്നത്? F1നെ കുറിച്ച്. അതിലൊക്കെ 1 കൊടുക്കുക, 4 കൊല്ലത്തേക്കും. F2 F3 എത്ര ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ 0 0 0 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ മോഡലിലെ 3 വേരിയബിൾ ഉണ്ട്. C ഡിപ്പെൻഡന്റ് വേരിയബിൾ, Q ഇൻഡിപെൻഡന്റ് വേരിയബിൾ, D ഡമ്മി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. C ഡിപ്പെൻഡന്റ് വേരിയബിൾ, Q ഇൻഡിപെൻഡന്റ് വേരിയബിൾ, D ഡമ്മി വേരിയബിൾ. എഴുതി കഴിഞ്ഞാൽ ഐഡിയ ശരിക്കും നിങ്ങളുടെ മുമ്പിൽ വരും. റൺ ദ റിഗ്രഷൻ ചെയ്തേക്കുക. സാധാരണ പോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും സാധാരണ പോലെയാണ്. സാധാരണ പോലെ റിഗ്രഷൻ ചെയ്യും. റിഗ്രഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. What is our equation? C equal to A plus BQ plus C. ചെയ്ത് വരുമ്പോൾ എയും ബിയും സി എത്ര നമുക്ക് റിസൾട്ട് കിട്ടും. നോ പ്രോബ്ലം. അത് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമുള്ളൂ. ഓയിൽലെസ്സിലെ വെറുതെ അങ്ങ് റൺ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ഡാറ്റ കൊടുക്കേണ്ടത്? It is clear to you now. എയും ബിയും സിയും റിസൾട്ട് കിട്ടി. Now suppose you get C equal to ഒരു ചെറിയ റിസൾട്ട് എക്സ്പ്ലനേഷൻ വേണ്ടി മാത്രം പറയുകയാണ്. 5 plus 3Q 5 plus 3Q plus 2D. 5 plus 3Q plus 2D എന്ന് കിട്ടി. നിങ്ങൾ പറയേണ്ടത് റിഗ്രഷൻ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് ഒക്കെ അടിച്ച റിസൾട്ട് കിട്ടും. ഇതാണ് റിസൾട്ട്. Now ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. A പ്ലസ് A 5 ആണ്, പ്ലസ് B 2 ആണ്, പ്ലസ് C ഡിയിലെ C 3 ആണ്. Now
നമ്മളിവിടെ F1-ന് 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഡമ്മിയാണത്. 1 അല്ലാത്തതൊക്കെ F2 F3 ഒക്കെ 0 ആണ്. ഡിയുടെ വാല്യൂ അവിടെ 1 ആണ്. ഡിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ അതെങ്ങനെ വരും? 5 പ്ലസ് 2q പ്ലസ് 3 ഡി 1 ആണ്. 3 into 1 3. 5 പ്ലസ് 2q പ്ലസ് 3. 1 ഡി എഴുതേണ്ട കാര്യമില്ല, ഡിയുടെ വാല്യൂ 1 ആണ് അവിടെ. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? 5 പ്ലസ് 2q പ്ലസ് 3, 5ഉം 3ഉം കൂടെ കൂട്ടാം, 8. You can write the equation. ഇവർക്ക് പെട്ടെന്ന് കിട്ടും. രണ്ടും ഒരുമിച്ച് കൂട്ടാം. 5 പ്ലസ് 3 8. 8 പ്ലസ് 2q. ആൻസർ ആയി. 8 പ്ലസ് 2q. ഈ 8 പ്ലസ് 2q എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആ കോഎഫിഷ്യൻസ് F1-ൻ്റെതാണ്. മറ്റൊക്കെ നമ്മൾ ഫിക്സഡ് ഇഫക്റ്റ് നമ്മൾ എടുത്തിട്ടില്ല, 0ക്ക് വെച്ചിരിക്കുകയാണ്. ഡമ്മി അവിടെ 0ക്ക് വെച്ചിരിക്കുകയാണ്. സോ the resulting equation is representing F1 എന്ന് പറയുന്ന കമ്പനിയുടെ ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് F2 കമ്പനിയുടെ ബിഹേവിയർ പഠിക്കണം എന്ന് വിചാരിക്കാം. Suppose you are interested in studying the behavior of F2 company. I think it is quite familiar to you now എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതേപോലെ ഡാറ്റ എൻട്രി ചെയ്യാം. There is dummy variable. F1 എന്ത് വേണം? ഡമ്മി 0 കൊടുക്കണം. ബിക്കോസ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന F2-നെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. F1-ന്റെ 4 വാല്യൂ ഡമ്മി 0. F2-ലേക്ക് വരുമ്പോൾ എന്ത് വേണം? ഡമ്മി 1. I think the technique is clear to you now. അങ്ങനെ F2-ന്റെ കാണാം. എത്ര എണ്ണം വേണം കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഡമ്മി കൊടുത്തിട്ട് ഇതിന്റെ ബിഹേവിയർ പഠിക്കുന്നത്. ഡമ്മി ഉപയോഗിച്ചിട്ട് ഹൗ ദ ബിഹേവിയർ ഓഫ്. അപ്പൊ ഇവിടെ when compared with the earlier method, the advantage is ഓരോ ഫേമിന്റെയും ഓരോ ക്രോസ് സെക്ഷന്റെ ബിഹേവിയർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. You'll be able to get separately. ഇതാണ് ഫിക്സഡ് ഇഫക്റ്റ് ഡമ്മി മോഡലിന്റെ ഒരു വെർഷൻ. As I told you in the beginning today, പുതിയതായ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറികളോ നിയമങ്ങളോ ഒന്നും പുതിയിട്ട് വരുന്നില്ല. ഇവിടെയെല്ലാം ആകെ വരുന്നത് ആ ഡാറ്റ അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ഡാറ്റ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് വരുന്ന ഇഷ്യൂ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയുന്നത് when you do all these, like you are violating
a number of fundamental assumptions in statistics. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡാറ്റേനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് വിത്ത് എ പർപ്പസ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ പെർഫെക്ഷനെ കുറിച്ച് there are difference of opinions. So I was explaining to you how to use a dummy. ഈ ഡമ്മീനെ നമ്മൾ in some literature it is mentioned as differential dummy. ഇതിന് ചില ലിറ്ററേച്ചറിലെ ഡിഫറൻഷ്യൽ ഡമ്മി എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് through the use of this dummy, we are trying to distinguish different cross sections. F1 ന്റെ ബിഹേവിയർ, F2 ന്റെ വേറെ ബിഹേവിയർ ഒക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയും we cannot forget one thing, that ഈ heteroscedasticity പ്രോബ്ലം ധാരാളം വരും. കാരണം പല സാമ്പിളും പല സൈസാണ്, വേരിയൻസ് ഡിഫറെൻ്റ് ആവാം. സോ ഇറ്റ് ലീഡ്സ് ടു എ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ. ഇതാണ് ഈ ഫിക്സഡ് ഇഫക്റ്റിൻ്റെ ഒരു വെർഷൻ. ഇതാണ് ദിസ് വെർഷൻ. ഈ ഡമ്മി വേര് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ധാരാളമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ വേറെ രണ്ട് വെർഷൻസ് ഉണ്ട്, which are not very important, but for your information I just touch upon that also. അടുത്ത ഒരു മെത്തേഡാണ് ഡീവിയേഷൻ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് ഇതിൽ തന്നെ ഫിക്സഡ് ഇഫക്റ്റിൽ തന്നെ വരുന്ന മറ്റൊരു വെർഷനാണ് ഡീവിയേഷൻ മെത്തേഡ്. Now, what is a deviation method? ഇവിടെ, as the name tells you, we are taking the mean deviations of dependent and independent variable. ചുരുക്കി പറയുകയാണെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മീൻ ഡീവിയേഷൻ എടുക്കുന്നു. അപ്പൊ ഇവിടെ what is assumed is, when we go for the deviations, the vertical distance can be reduced. The vertical distance between the cross sections can be reduced. എന്ന് പറഞ്ഞാൽ എന്താണ് ഡീവിയേഷൻ മെത്തേഡ്? You go back to the original equation. തുടങ്ങി വെച്ച ഇക്വേഷൻ ഉണ്ട്, C equal to A plus BQ. നമ്മൾ ചെയ്തു വെച്ചുള്ള ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ. ഇവിടെ പറയുന്നത് നമ്മുടെ കയ്യിൽ 12 ഡാറ്റ ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ ദ ഡാറ്റ സെറ്റ്. 3 കമ്പനികളുടെ 4 വർഷത്തെ ഡാറ്റ.
4 ഇൻറ്റു 12 മുമ്പിലുണ്ട്. സി 12 കൊല്ലത്തെയും സി കൂടെ കൂട്ടി ആവറേജ് എടുക്കുക. 12 കൊല്ലത്ത് സിയും കൂടെ കൂട്ടി ആവറേജ് എടുക്കുക. Then you get C bar, സിയുടെ ആവറേജ് കിട്ടും. അതുപോലെ ക്യൂവിൻ്റെ ആവറേജും കാണും, ക്യൂ ബാർ, which you know, simple. Then അനാലിസിസ് നടത്തുമ്പോൾ സിയും ക്യൂവും ഡാറ്റ എടുക്കുമ്പോൾ ഒറിജിനൽ ഡാറ്റ എടുക്കരുത്. സി മൈനസ് സി ബാർ, സി മൈനസ് സി ബാർ. ആദ്യത്തെ വാല്യൂ സി 12 ആണ്. 12 മൈനസ് 12 ഡാറ്റ ആവറേജ് എത്രയാണോ അത്, ഡീവിയേഷൻസ് എടുക്കുക. സി മൈനസ് സി ബാർ, ക്യൂ മൈനസ് ക്യൂ ബാർ, അങ്ങനെ ഡാറ്റ റീഅറേഞ്ച് ചെയ്യാം. അതായത് ഒറിജിനൽ സിയും ഒറിജിനൽ ക്യൂവും ഉപയോഗിക്കുന്നതിന് പകരം ഇവ തമ്മിലുള്ള ഡീവിയേഷൻസ് എടുക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് ആസ് യൂഷ്വൽ you do your regression. As usual, you do your regression. ഇതാണ് ഒരു മെത്തേഡ്. അത് അത്ര പോപ്പുലർ അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ യുവർ നോളജിന് പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. അതിനോട് ചേർന്ന് വരുന്ന ഒരു മെത്തേഡ് കൂടെ പറയുന്നുണ്ട്. Statisticians suggest that method also. That is, you go for the first difference method. ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പല കോണ്ടെക്സ്റ്റിലും അത് ക്ലാസ്സുകളിൽ കേട്ടതാണ്. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞിട്ട് സിയുടെയും ക്യൂയുടെയും ഫസ്റ്റ് ഡിഫറൻസ് എടുക്കുക. യു ടേക്ക് ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് സി ആൻഡ് ക്യൂ. എന്താ ഫസ്റ്റ് ഡിഫറൻസ് സിയുടെ? F1ന്റെ ഫസ്റ്റ് ഇയർ വാല്യൂ, F1ന്റെ സെക്കൻഡ്, എല്ലാം ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. F1ന്റെ സെക്കൻഡ് ഇയർ വാല്യൂ എന്നുള്ള ഡിഫറൻസ്, F1ലെ തേർഡ് ഇയർ വാല്യൂ, F1ന്റെ സെക്കൻഡ് ഇയർ വാല്യൂ എന്നുള്ള വ്യത്യാസം. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. യു നോ ആൻഡ് യു ഡു ദിസ് റിഗ്രഷൻ. അപ്പൊ നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ സി ടി, ഫസ്റ്റ് ഡിഫറൻസ് ഈസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ സി ടി. Delta CT is equal to delta QT. Or you can write the equation as delta CT equal to A plus B delta QT. ഇതാണ് വേറൊരു വെർഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് 3 വെർഷൻസ് പറയും ഫിക്സഡ് ഇഫക്റ്റ്. ഒന്ന്, ഡമ്മി വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്, where you have your equation as C equal to A plus BQ plus CD, ഡെമ്മി. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കാം. ഒരു കമ്പനിക്ക് കൊടുക്കും, മറ്റേ കമ്പനിയുടെ എല്ലാം 0 ആയിരിക്കും. പിന്നെ ഒരു വെർഷനാണ് എന്ത്? സി ടി മൈനസ് സി ടി ബാർ ഈക്വൽ ടു എ പ്ലസ് ബി ക്യൂ ടി മൈനസ് ക്യൂ ബാർ. മീൻ എടുത്ത ഡിഫറൻസ് എടുത്തിട്ടുള്ള ഇക്വേഷൻ. പിന്നത്തെ എന്താണ്? ഡെൽറ്റ സി ടി ഈക്വൽ ടു എ പ്ലസ് ബി ഡെൽറ്റ ക്യൂ ടി. ഇങ്ങനെ 3 വെർഷൻസ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. There are 3 versions, but the widely popular one, it is ഡമ്മി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡമ്മി വെച്ചുകൊണ്ടുള്ള മെത്തേഡ് വിച്ച് വി ഹാവ് സീൻ, അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെയും as you see now, the fundamental remains the same. എല്ലാവരും ഞാൻ തുടക്കത്തിൽ കാലത്ത് പറഞ്ഞു ഓയിൽലെസ് ഇട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് ഉള്ളത്. ആ ഓയിൽലെസ്സിൽ ഡാറ്റ എടുക്കുന്ന നേച്ചറിൽ മാത്രമേ മാറ്റം വരുന്നു. ഇതാണ് what is called as fixed effect version. ഇനി നമുക്ക് ഒരു മോഡൽ കൂടിയുണ്ട്, ലാസ്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് റാൻഡം ഇഫക്റ്റ് മോഡൽ. ഇറ്റ് ഈസ് കോൾഡ് റാൻഡം
effect model, or it is called as error components model, random effect model, or error components model. ഇവിടെ what we are assuming is, ഇത് കുറച്ചൊരു മാത്തമാറ്റിക് പ്രോബബിലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. ഈ intercept, if you take your general equation, if we go for the general equation, C equal to A plus PQ, നമ്മുടെ ഇക്വേഷൻ അതാണ്. A ആണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്റർസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കഷൻസ് കൂടെ നടന്നത്. ആദ്യത്തെ വർഷത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ ഫേമിനും സെപ്പറേറ്റ് ഇന്റർസെപ്റ്റ് കിട്ടുന്നില്ല, കോമൺ ആയിട്ടേ കിട്ടുന്നുള്ളൂ. രണ്ടാമത്തതിൽ നമ്മൾ ഡമ്മി ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് എടുത്തു. ഇവിടെ പറയുന്ന ആർഗ്യുമെന്റ്, whether it is F1 or F2 or F3, whatever it is, അതിന്റെ ഇന്റർസെപ്റ്റ് A എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് C equal to A plus BQ is A intercept, it will be an average value of the population, plus an error term, ഇതാണ് തിയററ്റിക്കലി പറയുന്ന ലോജിക്. ഐഡിയ ഇത്രയേ ഉള്ളൂ. വി ഹാവ്, നമ്മൾ നേരത്തെ പറഞ്ഞ, നിങ്ങൾ കണ്ട ടേബിളിലെ ഒരുപാട് 3 എക്സാമ്പിൾ, 3 ഫേം നമ്മൾ കണ്ട്. F1, F2, F3. Again, I am recalling your simple example. ഇത് you just assume n firms, or you just assume a larger population. Larger population, F1, F2, F3, F4 up to Fn. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓരോന്നിനും ഇന്റർസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കും. F1 ഒന്നായിരിക്കും, F2 ഒന്നായിരിക്കും, F3 ഒന്നായിരിക്കും, F4 ഒന്നായിരിക്കും, അങ്ങനെ പോയി F1, Fn വരെ വാല്യൂസ് മാറി A മാറി ഇതിന്റെ ഒരു ആവറേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, F1ന്റെ ആവറേജ് A1 ആണെന്ന് വിചാരിക്കും, ഇന്റർസെപ്റ്റ്. F2ന്റെ A2 ആണ്, F3യുടെ A3 ആണ്. ഇങ്ങനെ പോകും. അൾട്ടിമേറ്റ്ലി എന്ത് വരും? A1 plus A2 plus A3 plus A4 divided by n, ആവറേജ് വാല്യൂ എന്ന് കിട്ടും. അതാണ് നമ്മൾ പറയുന്ന എസ്റ്റിമേറ്റഡ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഇന്റർസെപ്റ്റിന്റെ എസ്റ്റിമേറ്റഡ് മീൻ വാല്യൂ. Now, what is argued here is, ഏത് ക്രോസ് സെക്ഷൻ എടുത്താൽ, you take any cross section, F1 or F2 or F3, whatever it is, അതിന്റെ ഇന്റർസെപ്റ്റ് വാല്യൂ it will be this grand average, a grand average value plus an error term. അപ്പൊ നമുക്ക് how to remodify our equation
how to remodify your equation. C equal to A plus PQ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രൈമറി ഇക്വേഷൻ. കാലത്ത് മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ മാറും? C equal to A bar. A bar എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് A bar plus error 2 epsilon whatever or U whatever you give. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയോ? A bar plus U എന്നുള്ളത് ബ്രാക്കറ്റിനകത്ത് ഇടണം. പ്ലസ് BQ where A bar plus error term is representing the cross-sectional intercept. അത് നിങ്ങൾക്ക് അവിടെ നമ്മൾ ഇനി ഡമ്മി കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഡമ്മി കൊടുത്തിട്ട് ഏത് ക്രോസ് സെക്ഷൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓഫ് കോഴ്സ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കുറച്ച് പാടാണ്. കാരണം റാൻഡം വാല്യൂകൾക്ക് കണ്ടുപിടിക്കണം, സ്റ്റൊക്കാസ്റ്റിക് ആണ്, പ്രോബബിലിറ്റിസ്റ്റിക് ആണ്. ബട്ട് ഓഫ് കോഴ്സ് വി ക്യാൻ ഡു ഓൺലി വിത്ത് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് us. But what are widely used is 3 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Either we go for the pooled OLS. പക്ഷെ pooled OLS ചെയ്ത് കഴിയുമ്പോൾ as I told you in the morning, പല ഹാർഡ് റിയാലിറ്റീസ് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ we go for fixed effect using dummy ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓർ ഈവൻ റാൻഡം ഇപ്പോൾ പറഞ്ഞ ഫിറ്റ് മോഡൽ നമ്മൾ കുറെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ now if you just look into all these process, ഈ ഓരോന്നിനെയും മെത്തേഡ് എല്ലാം നമ്മൾ ജസ്റ്റ് മനസ്സിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ the fundamental question coming is whether we can anticipate same parameters, particularly beta value, intercept. ഒരു കാരണമുണ്ട്, ഗ്രോത്തിൽ മാറ്റം വരില്ല, നമ്മുടെ ബീറ്റ കോയിഫിഷ്യൻ്റ്, റിഗ്രഷൻ കോയിഫിഷ്യൻ്റിൽ മാറ്റം വരില്ല എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബീറ്റ വാല്യൂ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ബീറ്റ വെച്ചിട്ടാണ് നമ്മൾ, ഇന്റർസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒന്നിനെ വേറൊന്നിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വരുന്നത് സെയിം ബീറ്റ വാല്യൂ വെച്ചുകൊണ്ട്, സെയിം ഇന്റർസെപ്റ്റ് വെച്ചുകൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതോടെയാണ് പിന്നെ അവർ ഇംപ്രൂവ്മെന്റ്സ് വന്നത്. ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുന്നത് എന്താണ്? ചില സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഓൺലി, പ്രൊസീജിയേഴ്സിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്രോസ് സെക്ഷൻ സെപ്പറേറ്റ് ഇന്റർസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ, ദിസ് ഈസ് ദ ക്രക്സ് വാട്ട് വി ആർ ഡിസ്കസിങ്. ഇതിലെ രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. One is you are deriving separate intercepts only for space. ഫേംസിന് F1 F2 F3 അവിടേക്ക് മാത്രം സെപ്പറേറ്റ് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
we call it as one-way random effect. അതിന് മാത്രം ചെയ്യുകയാണെങ്കിൽ one-way random effect ആണ്. നമുക്കതുപോലെ ഈ സ്പേസിന് ചെയ്തതുപോലെ തന്നെ ടൈമിനും ചെയ്യാം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് എൻ്റെ ഡാറ്റ എൻട്രി ഒക്കെ പാടാണ്, ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടും, അതായത് സ്പേസിനും ഇന്റർസെപ്റ്റ് ഡിറൈവ് ചെയ്യുന്നുണ്ട്, ടൈമിനും ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് two-way random effect. It is called two-way random effect. And when we talk about a two-way random effect, the system becomes so dynamic. നോർമലി അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വലിയ സിസ്റ്റം, എല്ലാ ക്രോസ് സെക്ഷനും സെപ്പറേറ്റ് ഇന്റർസെപ്റ്റുകൾ എല്ലാ ടൈമിനും T1, T2, 3 up to Tm ഓരോ ടൈമിനും സെപ്പറേറ്റ് ഇന്റർസെപ്റ്റുകൾ. System becomes a dynamic one, which is very difficult to compute. So this is how we are dealing with the panel data. And when you listen to the panel data, you realize one thing, as I told you in the beginning, then the base conventional OLS. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. മൊത്തത്തിലെടുത്ത് കോഎഫിഷ്യൻസ് കണ്ടാൽ മതിയോ, സെപ്പറേറ്റ് കാണുമോ? സെപ്പറേറ്റ് കാണുമ്പോൾ അവസാനം പറഞ്ഞു വെച്ചു, ഓരോ സ്പേസിനും സെപ്പറേറ്റ് മതിയോ, സ്പേസിനും ടൈമിനും സെപ്പറേറ്റ് വേണം. These are the issues what we are discussing. Naturally, you may ask a question. പല മെത്തേഡുകൾ പറഞ്ഞു. Which is the best method? അത് കണ്ടുപിടിക്കുന്നതിന് of course not very important for you, ജസ്റ്റ് ഒന്ന് പറയാണ്. ബ്രഷ് ആൻഡ് പേജിന്റെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ്, ഡോണ്ട് വെറി, ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട അവസാനം. അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്, ബ്രഷ് ആൻഡ് പേജിന്റെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ടെസ്റ്റ് ഉണ്ട്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അതെന്താണ് പറയുന്നത് വേണ്ട, അത് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിന് അടിച്ച് പറയും ഏത് മെത്തേഡാണ് കൂടുതൽ ഡിസയറബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇത് ഈ ടെസ്റ്റിലേക്ക് ഒന്നും കടന്നില്ലെങ്കിലും, ഈ ടെസ്റ്റുകളിലും കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസിലേക്ക് ഒന്നും കടന്നില്ലെങ്കിലും, വളരെ ജനറൽ ആയിട്ട് യു ഗോ ഫോർ ദി ഡമ്മി വേരിയബിൾ മെത്തേഡ്. അതാണ് ഉള്ളതിൽ കുറച്ചുകൂടെ നല്ല മെത്തേഡായിട്ട്, വിച്ച് വലിയ ബുദ്ധിമുട്ടില്ല, ചെയ്യാനും പറ്റും. ഡമ്മീസ് കൊടുക്കുന്നതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ക്യാൻ ഈസിലി ഡമ്മി കൊടുത്താൽ പിന്നെ ഒറ്റയടി കണ്ടെല്ലാം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then whatever be the method you are using, there are different approaches to this, as you have seen. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഇത് ഈ മോഡലിന്റെ statistical concreteness is questioned. The statistical concreteness എന്ന് പറഞ്ഞു, you may recall what you have studied in the first semester. Blue properties, best linear unbiased estimate എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടോ? ആ ആംഗിൾ എടുത്തു കഴിഞ്ഞു. And also the stochastic assumptions, mean is zero, variance is constant, നമ്മൾ ഇവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു റിജിഡ് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ, if you consider the rigid angle, there are very serious statistical limitations. ഈ അപ്രോച്ച്. പാനൽ ഡാറ്റ നമ്മുടെ ഒരു പെർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് എത്രത്തോളം സൗണ്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി തിയററ്റിക്കലി എത്ര സൗണ്ടാണെന്നുള്ളത് അത് ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ബട്ട് ടുഡേ, because of the availability of computers, computer programs, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഞാൻ പറഞ്ഞതോട് ലോഞ്ചിറ്റ്യൂഡൽ ഡാറ്റ എന്നൊക്കെ പറയുന്നത്. സാർ ചിലരെ those who are doing research,
മനുഷ്യനെ പേടിപ്പിക്കുന്ന പോലെ പറയും. ലോഞ്ചിറ്റ്യൂഡിനൽ ഡാറ്റ അനാലിസിസ് ആണ് ചെയ്യുന്നതെന്ന് പറയും. അതാണ് ഈ സാധനം. പക്ഷെ ഇതിൽ എളുപ്പമാണ്, ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഡാറ്റ എൻട്രി ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. കാരണം ഞാൻ മോഡൽ ജസ്റ്റ് സി, ഞാൻ നമ്മളോട് പറഞ്ഞില്ല മോഡൽ ഉണ്ടല്ലോ. ഇപ്പുറത്ത് നമ്മൾ കമ്പനികളുടെ പേര് F1 F എത്ര കൊല്ലം അത്ര താഴ്ത്തി എഴുതി, പിന്നെ അടുത്ത കമ്പനി എഴുതി, അപ്പുറത്ത് ഇയർ 1 2 3 5 6 കൊല്ലം 6 കൊല്ലം എഴുതി, പിന്നെ വീണ്ടും 1 2 3 അങ്ങനെ എഴുതി. നമ്മുടെ വേരിയബിൾസ് അപ്പുറത്ത് എൻ്റർ ചെയ്തു. ടാക്സ് ഒരു ഡമ്മി കൊടുക്കേണ്ടി വരും, അപ്പുറത്ത് ഡമ്മി എൻ്റർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഡീവിയേഷൻ മെത്തേഡ് പോകണമെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് അപ്പോൾ എന്ത് ചെയ്യണം? C-CT പറഞ്ഞപ്പോൾ അപ്പുറത്തോട്ട് ഒരു 6-7 കോളം എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ SPS നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് റിസൾട്ട് കിട്ടും ഇതിനകത്ത്. മാത്രമല്ല ലാർജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി അനലൈസ്. അതായത് ക്രിസ് ക്രോസ് വാട്ട് ഐ യൂസ് ടു സേ. അതായത് റോ വൈസും കോളം വൈസും എല്ലാം കൂട്ടാൻ അനോവയുടെ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള ഒരു അനാലിസിസ് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ ഇതിൽ കൂടെ ചെയ്തത്. സോ ഇറ്റ് ഈസ് ഹൈലി യൂസ്ഡ് ഫോർ റിസർച്ച്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ദ 2 topics ആർ ഹൈലി മിസ്യൂസ്ഡ് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. പലരും ചെയ്യുന്നത് ഒന്ന് ഡമ്മി വേരിയബിൾ ആണ്, 2 പാനൽ ഡാറ്റയാണ്. ഐ ഹവ് സീൻ many students are totally distorting how to do these two. കാണുമ്പോൾ എൻ്റെ കാരണമുണ്ട് കുട്ടി. We cannot blame the students or we cannot blame the researchers. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാന്ന് തോന്നുന്നു. 1 0 എന്ന് എഴുതി പോയാൽ മതി. ഇപ്പുറത്താണെങ്കിലും വെറുതെ താഴേക്കാണ്ട് എഴുതി പോയാൽ മതി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. എനി കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ക്യാൻ ബി മാനേജ്ഡ്. ബട്ട് ദ ഡിഫിക്കൽട്ടീസ് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നമ്പർ 1. നമ്പർ 2, ചിലപ്പോൾ റിസൾട്ടുകൾ ഗംഭീരമായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഐ എം ഷെയറിങ് വിത്ത് എക്സ്പീരിയൻസ്. റിസൾട്ട് വളരെ ഗംഭീരമാണ്. സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയും നോ ദിസ് എ വീക്ക് റിസൾട്ട് എന്ന് പറയും. ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്ന പല പ്രിൻസിപ്പിൾസും ഇവിടെ വാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വി കനോട്ട് ട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി, ഒരുപാട് പ്രോബ്ലംസ് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വി കനോട്ട് ടേക്ക് ദിസ് statistically rigid model, or the term what I used last year, robustness of the model is doubtful എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് പല റിസൾട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഓഫ് കോഴ്സ് അതൊക്കെ പിന്നെ those who are doing research അവരുടേതിലാണ് അതുപോലെ ഇഷ്യൂസ് വരുന്നത്. സോ വി കം ടു ദി എൻഡ് ഓഫ് ദിസ് പാനൽ ഡാറ്റ ഡിസ്കഷൻസ് ഓൾസോ. പുതിയതൊന്നുമില്ല ഇതിനകത്ത്. ഒരു പ്രൊസീജിയറാണ്. ഡാറ്റ എൻ്റർ ചെയ്ത് റിസൾട്ട് എടുക്കുന്ന പ്രൊസീജിയറാണ്. So with this what I feel is we have completed all the 5 modules, and as I thought when we started the process, I had a plan to finish off the classes by 31st of May. തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ജൂൺ 1 മുതൽ officially the colleges are reopening, even though it is online. വിചാരിച്ചതുപോലെ ഇന്ന് പത്രത്തിലുണ്ട് ജൂൺ 1 മുതൽ കോളേജുകൾ ആരംഭിക്കുന്നത്. അവിടെ 2 പ്രോബ്ലം വരുന്നുണ്ട്. 1 പ്രോബ്ലം ഈസ് നമ്മളിപ്പോൾ ക്ലാസ് എടുത്താൽ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ടൈം ടേബിൾ കയറി വരും. അതും പല കോളേജിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ നാച്ചുറലി ഇറ്റ് ബിഗ് പ്രോബ്ലം. നമ്പർ 1. Number 2, a few teachers also are attending. They have their, even though it is online, they have their own classes, class timings. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് May 31 തന്നെ അത് തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. And fortunately, I feel that it almost went comfortably. വലിയ കണക്ടിവിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നാണ് പല ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടിയത്. എനിവേ, വൺ മോർ സ്മോൾ സെഷൻ. അത് എന്തിനാണെന്നറിയോ? നാളെ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യണം. എല്ലാം കഴിഞ്ഞതല്ല ഞാൻ പറയുന്നത്. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സിലബസ് വെച്ചിട്ട്, ഐ ഡു അഡ്മിറ്റ് അറ്റ്ലീസ്റ്റ് നൗ ഐ ഡോണ്ട് നോ ഹൗ ദിസ് സിലബസ് ഇസ് ഫ്രെയിംഡ്. അത് ആരാ ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും പോകുന്നില്ല. പക്ഷെ അത് കുറച്ച് കട്ടി കൂടുതലാണെന്നുള്ള ഐ ഫുള്ളി അഡ്മിറ്റ്.
കാരണം സ്റ്റുഡൻസ് ലെവലിൽ ആ സിലബസ് കുറച്ച് കട്ടി. ഈവൻ based on my experience, even in many university departments, it is not. I know the case with the Kerala University. I know the case with the Mathai Center. I know with the case with the Central University of Kerala, Kasaragod. And അവരുടെയൊക്കെ ബോർഡിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അത്രയും ഒരു അഡ്വാൻസ്ഡ് പോർഷൻസ് എങ്ങനെ കയറിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആവാം, അത് നമുക്കൊരു ഓപ്ഷണൽ പേപ്പറായിട്ട് കൊടുക്കാം, ബട്ട് നോട്ട് ഇൻ എക്കണോമെട്രിക്സ് ടു. Anyway, that was a different issue. I think the university is going to reduce the burden. Anyway, നിങ്ങൾക്ക് അത് എഴുതിയേ പറ്റൂ. നിങ്ങളുടെ 1-2 ബാച്ചസിന് ഈ സിലബസ് തന്നെ ആപ്ലിക്കബിൾ ആയതുകൊണ്ട് അത് എഴുതണം. ബട്ട് I fully assure you, if you have understood a good part of my class, 100% ഞാൻ പറയുന്നില്ല, കാരണം കണക്ടിവിറ്റി പ്രോബ്ലംസ്, നിങ്ങളുടെ ഇഷ്യൂസ്, ഓഡിയോ പ്രോബ്ലംസ്, all these things will be there in online class. അതുകൊണ്ട് 100% ഞാൻ പറയുന്നില്ല. But if you followed at least 60-70% of what I explained all these days, definitely I assure you, without any difficulty, students can attempt the examinations. And for those researchers who are attending, they got an idea. അവർക്ക് പരീക്ഷയുടെ ആവശ്യം വരുന്നില്ലല്ലോ. അവർക്ക് കൃത്യമൊരു ഐഡിയ കിട്ടി, എവിടേക്കാണ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് വരാവുന്ന പ്രോബ്ലംസ്. I was discussing the topic in 2 perspectives. One is classroom exercise, classroom writing, examination point of view, number 1. And number 2, the applications, the ഉപയോഗിക്കുന്ന വരുന്ന അപകടങ്ങൾ, അബദ്ധങ്ങൾ എന്താണ്. I was trying to focus that also. So tomorrow what we planned, the last day, what we plan is ആ സിലബസ് വെച്ചിട്ട് ചില പോയിന്റുകൾ, നമ്മൾ ചെറിയ പോയിന്റുകൾ തന്നെ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അത് അങ്ങനെ സ്വാധീന സിലബസിലുണ്ട്, എനിക്ക് കാണാനിട്ടല്ല, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് ഒരു ബന്ധമില്ലാത്ത, ഫോർ എക്സാമ്പിൾ സ്റ്റേഷനാരിറ്റി ആൻഡ് എർഗോസിറ്റിയോ അങ്ങനെ ചില വാക്കുകൾ അവിടെ എഴുതി വന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഒരു റൂം അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ചെറിയ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അങ്ങനെയുള്ള ചെറിയ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനാണ് വാട്ട് ഐ പ്ലാൻ tomorrow. And as I assured to the students some days back, നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എ സ്മോൾ ക്വസ്റ്റ്യൻ ബാങ്ക് തരാം. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത് based on my 40 years experience and based on large set of question papers I'm already having with me, പഴയ യൂണിവേഴ്സിറ്റികളിലെ പലതിൻ്റെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഈ ടോപ്പിക്കുകളിൽ നിന്ന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരണം ഞാൻ പറയുന്നില്ല, അത് ഈ സ്കൂളിലെ പരിപാടിയാണ്. സ്കൂളിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് 5-ലും 6-ലൊക്കെ കഴിയുമ്പോൾ നമ്മൾ ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ പ്രധാനപ്പെട്ടത് ഏതാണ്? ആ യൂസേജ് ഐ ഡോണ്ട് ലൈക്ക്. ചിലപ്പോൾ എന്നിട്ട് പരീക്ഷ കഴിയുമ്പോൾ ചിലപ്പോൾ പറയുന്നതെന്നറിയോ, കുട്ടികളെന്താ പറയുക, അയ്യോ ഒരിക്കലും പഠിക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞ ഭാഗത്തു നിന്നാണോ ചോദിച്ചതെന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള സ്റ്റൈലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുള്ളൂ. എല്ലാം കൂടെ തന്നത് നിങ്ങൾ എന്ത് ചോദിക്കുന്നറിയോ, ദാറ്റ് ഈസ് ഓൾസോ ദർ സ്റ്റുഡൻറ് സൈക്കോളജി. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ തന്നത് നിങ്ങൾ പറയും, ഓ ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പരീക്ഷ എഴുതിക്കൂടെ, ഇതിപ്പോൾ തരാൻ സാറ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ഐ ഷാൽ ഷെയർ വിത്ത് യു ടുമോറോ. അപ്പോൾ നാളെ ഐ തിങ്ക് വി ഹാവ് എ സ്മോൾ ഒരു 1 hour 1.5 മണിക്കൂർ എല്ലാം കഴിയും. അപ്പം അതുകൊണ്ട് ടുമോറോ വി ഷാൽ സ്റ്റാർട്ട് അറ്റ് 10:30 ഓൺലി, കാരണം ഒറ്റ സെഷനേ ഉള്ളൂ. അതുകൊണ്ട് ടുമോറോ വി ഷാൽ ഹാവ് ദ ലാസ്റ്റ് സെഷൻ അറ്റ് 10:30. ഇഫ് യു ഹാവ് എനി, അതിനിടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ സിലബസ് കാണും, ഏതെങ്കിലും സിലബസ് നിങ്ങളെ മറച്ചു നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാത്ത എന്തെങ്കിലും ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ, ഇഫ് യു ഡോണ്ട് ഹാവ് മൈ ഡീറ്റെയിൽസ് ക്യാൻ ഗീവ് ടു പ്രസാദ് സാർ എനിക്ക് വാട്സപ്പിൽ തന്നോളും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ അതും കൂടെ ഐ ക്യാൻ കവർ അപ്പ്. സോ ദിസ് ഇസ് വാട്ട് ഐ പ്ലാൻ ടുമോറോ.
So tomorrow we shall have it only at 10:30. Everything will be over. So this is what I plan. So if you do have any doubts or clarifications about or any suggestions, whatever I explain about what I explained so far, you can share with me now, or we shall wind.